മോള് സൂക്ഷിക്കണ്ടേ? മെല്ലെ വാ. അച്ഛാ. മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ വേറെ വല്ലതും പറഞ്ഞോ? ഇല്ല സർ. എല്ലാം താന്നിയൊരമ്മയുടെ അനുഗ്രഹം. സൂര്യ, ഡോക്ടറോട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം ചോദിച്ചു. ഞാൻ അച്ഛനോടെ വിശദമായിട്ട് പറയാം. ഇയാൾക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരിക്കുക. ഞാനൊന്ന് മുറിയിലോട്ട് കൊണ്ട് കിടത്തട്ടെ. വാ നന്ദിനി. അതൊന്നും വേണ്ട സർ, എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. അച്ഛൻ ഒന്നും മിണ്ടാതിരുന്നേ. ഈ കണ്ടീഷനാണ് ജോലി എടുക്കാൻ പോകുന്നത്. റെസ്റ്റ് എടുക്കണം. എനിക്ക് റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താ കാര്യം സാർ എല്ലാരോടും പറഞ്ഞേ? അച്ഛ ഇയാളോട് മര്യാദക്ക് പറഞ്ഞ ഇയാൾ റെസ്റ്റ് എടുക്കില്ല. പക്ഷേ എനിക്കത് കേട്ട് നിൽക്കാൻ പറ്റുമോ? ഇത് പിടിച്ചേ. അതുകൊണ്ട് ഇതാ പിടിച്ചോ. ഇനിതേ ഒരു വാക്ക് പോലും എതിർപ്പ് പറയാൻ പാടില്ല. റെസ്റ്റ് എന്ന് പറഞ്ഞാ പരിപൂർണ റെസ്റ്റ്. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കിയേ പറ്റൂ. അല്ലേ? മിണ്ടാതിരിക്കേ. മോളെ റെസ്റ്റ് എടുക്കണം. അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞേ? ഇനി മോളുടെ എല്ലാ കാര്യങ്ങളും ഈ ഏട്ടൻ നോക്കിക്കോളാം. നിർത്താനാ പറഞ്ഞേ? നമ്മള് ഡോക്ടറെ കാണാൻ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? പിന്നെ സാർ എന്തിനാ ഡോക്ടർ ഗർഭിണിയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത്? എന്തിനാ സാർ എല്ലാരും ഇങ്ങനെ പറ്റിക്കുന്നേ? സാർ എന്താ ഒന്നും മിണ്ടാത്തെ? പ്ലീസ് നന്ദിനി, പതുക്കെ സംസാരിക്കും. പതുക്കെ. ശരീരം ഒരുപാട് അനക്കല്ലേ? എന്റെ കുഞ്ഞു വയറ്റിലുള്ളതല്ലേ? കണ്ണിൽ കുത്തിത്തരിഞ്ഞ വയറ്റില് കുഞ്ഞു പോലും. ഇതിനൊക്കെ എന്താ ചെയ്യണമെന്നറിയോ? നല്ല ചൂലെടുത്ത് അടിക്കണം. അടിച്ചു. താൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. സാറിനോ നാണോ ഇല്ല. ഇനി എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നേ? ഇതിലെന്താ നാണക്കേട്? വിവാഹം കഴിഞ്ഞ പെൺകുട്ടികള് ഗർഭിണിയാവുന്നു, പ്രസവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു അന്തസ്സല്ലേ? കേട്ടിട്ടില്ലേ? സ്ത്രീയുടെ ജന്മം പൂർണ്ണമാവുന്നത് അവളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴാ. ഞാൻ കേട്ടിട്ടില്ല. പറയുന്ന സത്യമായിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസമെങ്കിലും ഉണ്ടായിരുന്നേനെ. അപ്പൊ ഇത് സത്യമാണെന്ന് തനിക്ക് താല്പര്യം ഉണ്ടല്ലേ? Are you really interested? എന്റെ ദൈവമേ, കയ്യിൽ കിട്ടുന്നിടത്ത് തലതലി പൊളിക്കും ഞാൻ. സാർ, മറ്റുള്ളവരുടെ കാര്യം പോട്ടെ. സാർ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സാറിന്റെ അച്ഛനെയല്ലേ? സാർ ഈ കള്ളം പറഞ്ഞു പിടിപ്പിച്ചപ്പോ ആ മനുഷ്യന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിരുന്നോ? കേട്ടു. അച്ഛന്മാർ അങ്ങനെയല്ലേ? എങ്ങനെയല്ലേന്ന് ഇനി ഇതൊന്നും സത്യമല്ലെന്ന് അറിയുമ്പോ സാറിന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ലടൂ. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷേ താനേ അച്ഛന്റെ മുഖം അല്ലായിരുന്നു നോക്കേണ്ടത്. ബാക്കി അവിടെ നിന്നവരുണ്ടല്ലോ, ഈ കുടുംബത്തിലെ കൗരവപ്പട, അവരുടെ മുഖമായിരുന്നു കാണേണ്ടത്. അവരുടെ മുഖം വലിഞ്ഞു മുറുകുമ്പോ ഞാൻ വല്ലാതങ്ങ് സന്തോഷിക്കുക. എന്ത് ചെയ്യാനാ നന്ദിനി? സാറ് നോക്കിക്കോ. സാർ ഇപ്പൊ എന്ത് ചെയ്താലും അത് എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറും. സാറ് പറഞ്ഞ ഈ കള്ളക്കഥയില്ലേ, ആ കഥയിലെ കുഞ്ഞ് ജനിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പൊ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ടാവും. മിക്കവാറും ആരെങ്കിലും എന്നെ കൊല്ലും സാർ. അതോടെ സാറിന്റെ ഈ കളിയൊക്കെ അവസാനിക്കും. എടോ, താനൊന്ന് ചുമ്മായിരുന്നേ. തന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. തന്നെ സംരക്ഷിക്കാനല്ലേ ഞാൻ. ഞാൻ തന്നെയും സംരക്ഷിക്കും, തന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും സംരക്ഷിക്കും. ശരി ശരി പോട്ടെ, കുഞ്ഞിനെ ഞാൻ മാച്ചു കളഞ്ഞു. തന്നെ സംരക്ഷിക്കും. ഇത് സൂര്യയുടെ ഉറപ്പാ വേണ്ടേ? എന്റെ ദൈവമേ.